നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. പിതൃസഹോദരനെ വീട് കയറി ആക്രമിക്കുന്നതറിഞ്ഞെത്തിയ യുവാവ് കുത്തേറ്റു മരിച്ചു. സംഭവത്തിൽ 7 പേർ അറസ്റ്റിൽ. കേരളപുരം സ്വദേശി സജിത്താണ് കൊല്ലപ്പെട്ടത്. കുണ്ടറ നെടുമ്പന ഇടപ്പനയത്തായിരുന്നു സംഭവം. ശബരിമല സ്വർണ്ണമോഷണ കേസ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് തന്ത്രിമാരുടെ സംഘടന ഹൈക്കോടതിയിൽ. അഖില തന്ത്രി പ്രചാരക സഭയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് കത്തിക്കയറി സ്വർണ്ണവില. പവന് ഒറ്റയടിക്ക് 1400 രൂപ വർദ്ധിച്ചു. 1 ഗ്രാം സ്വർണത്തിന് 13,355 രൂപ. വിശദമായ വാർത്തകളിലേക്ക്. പിതൃസഹോദരനെ വീട് കയറി ആക്രമിക്കുന്നതറിഞ്ഞെത്തിയ യുവാവ് കുത്തേറ്റ് മരിച്ചു. സംഭവത്തിൽ 7 പേർ അറസ്റ്റിൽ. കേരളപുരം സ്വദേശി സജിത്താണ് കൊല്ലപ്പെട്ടത്. കുണ്ടറ നെടുമ്പന ഇടപ്പനയത്ത് ശനിയാഴ്ച രാത്രിയാണ് അയൽവാസികളായ ഇരു വീട്ടുകാർ തമ്മിൽ വാക്കേറ്റമുണ്ടായതും കത്തിക്കുത്തിൽ കലാശിച്ചതും. അവർക്ക് അവിടുന്ന് അപ്പുറത്ത് വഴിയുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് അവർ വഴി തരാൻ പറഞ്ഞു, എന്നിട്ട് പിന്നെ വഴിയില്ലെങ്കിൽ അവർക്ക് പോകാൻ പറ്റും. അപ്പുറത്തെ റോഡിൽ നിന്ന് വരാം. ഇപ്പൊ വഴിയില്ല. പിതൃസഹോദരനെ ആക്രമിക്കുന്നതറിഞ്ഞ് എത്തിയ യുവാവാണ് കുത്തേറ്റ് മരിച്ചത്. സംഭവത്തിൽ നെടുമ്പന ആയുർവേദ ആശുപത്രിക്കടുത്ത് അനുജ ഭവനിൽ അനന്തു ആനന്ദൻ, വർക്കല പനയറ സനോജ് ഭവനിൽ പ്രസാദ, നെടുമ്പന ആയുർവേദ ആശുപത്രിക്ക് സമീപം സുരാജ് ഭവനിൽ സുനിൽ രാജ, നെടുമ്പന ഇടപ്പനയം നൈജു ഭവനിൽ ഷൈജു, ഇടപ്പനയം ബിബി സദനത്തിൽ ബൈജു, ഇടപ്പനയം അതുൽ നിവാസിൽ അതുൽ രാമചന്ദ്രൻ, സഹോദരൻ അഖിൽ രാമചന്ദ്രൻ എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ കണ്ടാലറിയാവുന്ന ഒരാൾ കൂടി പ്രതിയാണ്. സജിത്തിന്റെ സഹോദരൻ സുജിത്ത്, അയൽവാസി അശ്വിൻ എന്നിവർക്ക് സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. സജിത്തും സഹോദരനും അച്ഛന്റെ സഹോദരൻ പവിത്രന്റെ നെടുമ്പന ഇടപ്പനയം ശ്രീവള്ളിയിൽ വീട്ടിലെത്തിയതായിരുന്നു. അയൽവാസിയായ ഷൈജുവുമായി തർക്കം നടക്കുന്നതറിഞ്ഞാണ് ഇവർ കേരളപുരത്ത് നിന്ന് ഇവിടെ എത്തിയത്. പ്രതികൾ സംഘർഷമുണ്ടാക്കിയപ്പോൾ പവിത്രൻ രക്ഷ തേടി പോലീസിൽ അറിയിച്ചു. കണ്ണനല്ലൂർ പോലീസ് എത്തി ഇരുകൂട്ടരെയും താക്കീത് ചെയ്ത് മടങ്ങിയ ശേഷമാണ് കൊലപാതകം നടന്നത്. പോലീസിന്റെ നിർദ്ദേശപ്രകാരം സജിത്തും സഹോദരനും മടങ്ങിപ്പോകാനായി റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് പ്രതികൾ ഇവരെ ആക്രമിച്ചത്. വീടിന് സമീപം വടക്കടത്ത് ഏല ചങ്ങാതിമുക്ക് റോഡിൽ ഇവരെ തടഞ്ഞ ശേഷം വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ചു. പോലീസിനെ വിളിച്ചു വരുത്തിയതായിരുന്നു ആക്രമണത്തിന് പ്രകോപനമെന്ന് പോലീസ് പറഞ്ഞു. രാത്രി 12:30 സജിത്തിനും സഹോദരനും കുത്തേൽക്കുന്നത്. മുറിവേറ്റ് റോഡിൽ കിടന്ന സജിത്തിനെ അവിടെ നിന്ന് മാറ്റാനും അക്രമി സംഘം അനുവദിച്ചില്ല. കണ്ണനല്ലൂർ പോലീസ് എത്തി പെരുമ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സജിത്തിനെ രക്ഷിക്കാനായില്ല. സംഘർഷത്തിനിടെ പ്രതികൾക്കും പരിക്കേറ്റിരുന്നു. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെൽഡിംഗ് തൊഴിലാളിയായ സജിത്തിന്റെ വിവാഹം 2 മാസം മുൻപാണ് നടന്നത്. ശ്രുതിയാണ് ഭാര്യ. അനധികൃത മദ്യക്കച്ചവടം നടക്കുന്നതിനെ എതിർത്തതിന്റെ പേരിൽ പവിത്രനും കുടുംബത്തിനും നേരെ മുൻപും ആക്രമണമുണ്ടായതായി നാട്ടുകാർ പറയുന്നു. ഭീഷണിയെ തുടർന്ന് ഇവർ വീട്ടിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരുന്നു. ശനിയാഴ്ച രാത്രി തന്നെ ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചന്റെ നേതൃത്വത്തിൽ പോലീസും ഫോറൻസിക് സയന്റിഫിക് വിഭാഗങ്ങളും തെളിവുകൾ ശേഖരിച്ചിരുന്നു. സംഭവത്തിൽ 2 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശൂരനാട് രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മുഖ്യപ്രഭാഷണം നടത്തി. 77ാമത് ശൂരനാട് രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ രക്തസാക്ഷിത്വ ദിനാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മുഖ്യപ്രഭാഷണം നടത്തി. വിസ നീട്ടിക്കിട്ടണം രാജ്യങ്ങളാണ്. അപ്പൊ ഇവരുടെ വേഷമൊക്കെ കണ്ടാൽ അത്ര ആർഭാടമുള്ളതൊന്നുമല്ല, മുഷിഞ്ഞതും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പൊ ആൾ ചോദിക്കുകയാണ്, അതിന് മാത്രം പണമുണ്ടോ നിന്റെ കയ്യിൽ? അപ്പോൾ മരിക തന്റെ തോൾസഞ്ചിയിൽ നിന്നും $1 കെട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഇത്രയ്ക്ക് പണം കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പഹാഡ്ഗഞ്ചിലെ വൃത്തികെട്ട ഹോട്ടലിൽ താമസിക്കുന്നത്? ഡൽഹിയിൽ പോയിട്ടുള്ളവർക്കറിയാം, പഹാഡ്ഗഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ജീവിക്കാൻ കഴിയുന്ന തല്ലിപ്പുളി ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. സാധാരണഗതിയിലായാലും അവിടെ താമസിക്കില്ല, അത്ര ഗതികെട്ടാൽ മാത്രമേ താമസിക്കൂ. അപ്പൊ അതിന് ഈ ചോദ്യത്തിന് മരിയ ആ നോവലിൽ പറയുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്: വൃത്തികേടും ദാരിദ്ര്യവുമാണ് നിന്റെ രാജ്യത്തിന്റെ ആത്മാവിലേക്കുള്ള വഴികൾ.
സംഘാടക സമിതി ചെയർമാൻ കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി S.J. മോഹൻ, CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R. ലതാദേവി, RS അനിൽ, K. ശിവശങ്കരൻ നായർ, M. ശിവശങ്കരപിള്ള, PB സത്യദേവൻ, K. ദിലീപ്, G. അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു. CPM CPI സംഘടനകൾ സംയുക്തമായാണ് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി പൊയ്കയിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ശൂർനാട്. സംസ്ഥാനത്ത് കത്തിക്കയറി സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലെത്തി. ഒറ്റയടിക്ക് 1400 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,06,840 രൂപയായി. ഗ്രാമിന് 175 രൂപയാണ് ഉയർന്നത്. 13,355 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. 14-ന് രേഖപ്പെടുത്തിയ 1,05,600 എന്ന റെക്കോർഡാണ് തിരുത്തിയത്. തിങ്കളാഴ്ച ഒറ്റയടിക്ക് 1,400 രൂപ വർദ്ധിച്ചതോടെ പുതിയ ഉയരം കുറിച്ചിരിക്കുകയാണ് സ്വർണ്ണവില. 1,06,840 രൂപയാണ് പുതിയ സ്വർണ്ണവില. ഗ്രാമിന് 175 രൂപയാണ് ഉയർന്നത്. 13,355 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലും വില ഉയരുന്നതാണ് ദൃശ്യമായത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് വില ഇപ്പോഴും ഉയർന്നു നിൽക്കാൻ കാരണം. ന്യൂസ് ഡെസ്ക്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് തന്ത്രിമാരുടെ സംഘടന ഹൈക്കോടതിയിൽ. അഖില തന്ത്രി പ്രചാരക് സഭയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വാജിവാഹനം തന്ത്രിക്ക് നൽകിയതിൽ അസ്വാഭാവികതയില്ലെന്നാണ് വാദം. SIT അന്വേഷണം കാര്യക്ഷമമല്ലെന്നും അഖില തന്ത്രി പ്രചാരക് സഭ പറഞ്ഞു. കേസിൽ CBI അന്വേഷണം അനിവാര്യമാണെന്നും തന്ത്രിസഭ ആവശ്യപ്പെട്ടു. ഉന്നതരെ സംരക്ഷിക്കാനാണ് SIT ശ്രമിക്കുന്നതെന്ന് അഖില തന്ത്രി പ്രചാരക സഭ ചൂണ്ടിക്കാട്ടുന്നു. വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് അന്വേഷണം വഴിതിരിച്ചുവിടാനാണ്. കേസിന് അന്തർസംസ്ഥാന ബന്ധമുണ്ട്. അന്വേഷണം തമിഴ്നാട്ടിലും കർണാടകയിലും വ്യാപിപ്പിക്കണമെന്നും സംഭവത്തിന് രാജ്യാന്തര ബന്ധമുണ്ടെന്നും അഖില തന്ത്രി പ്രചാരക സഭ ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് തന്ത്രിമാരുടെ സംഘടന ഹൈക്കോടതിയെ സമീപിച്ചത്. വാജിവാഹനം തന്ത്രിക്ക് നൽകിയതിൽ അസ്വാഭാവികതയില്ല എന്നാണ് വാദം. SIT അന്വേഷണം കാര്യക്ഷമമല്ലെന്നും അഖില തന്ത്രി പ്രചാരക സഭ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ CBI അന്വേഷണം അനിവാര്യമാണെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. സംസ്ഥാന ക്ഷീരസംഗമത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്ര നടത്തി. കൊല്ലത്താണ് ഈ മാസം 21 വരെ ക്ഷീരസംഗമം നടക്കുന്നത്. മന്ത്രി J. ചിഞ്ചുറാണി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനുവരി 18 മുതൽ 21 വരെ പടവ് 2026 എന്ന പേരിൽ ആശ്രാമം മൈതാനത്തും യൂനിസ് കൺവെൻഷൻ സെന്ററിലുമായാണ് ക്ഷീരസംഗമം നടക്കുന്നത്. ക്ഷീരസംഗമത്തിന് തുടക്കം കുറിച്ചാണ് വിളംബര ഘോഷയാത്ര നടത്തിയത്. ചിന്നക്കട സർക്കാർ റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നുമായിരുന്നു വിളംബര ഘോഷയാത്ര ആരംഭിച്ചത്. മന്ത്രി J. ചിഞ്ചുറാണി ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പാട്ടുവണ്ടി, ഫ്ലാഷ് മോബ്, ചെണ്ടമേളം, ബാൻഡ് എന്നിവയുടെ അകമ്പടിയോടെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരികത്തെ പ്രമുഖരും ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ 1000-ഓളം ക്ഷീരകർഷക പ്രതിനിധികളും ഘോഷയാത്രയിൽ പങ്കാളികളായി. അശ്വാരൂഢൻ, ബാൻഡ് മേളം, ചെണ്ടമേളം, ഗരുഡൻ കളി, തെയ്യം, മുത്തുക്കുട ചൂടിയ വനിതകൾ എന്നിവ വിളംബര ഘോഷയാത്രയ്ക്ക് മിഴിവേകി. വിളംബര ഘോഷയാത്രയിൽ ഭരണസമിതി അംഗം KR മോഹനൻ പിള്ള, കൗൺസിലർ ഷൈനി T, ജില്ലാ പഞ്ചായത്ത് അംഗം R. ദിലീപ് കുമാർ, ഡോക്ടർ ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പശുക്കളെ കേരളത്തിലെത്തിച്ച് പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി. ക്ഷീര കർഷകരെ സംരക്ഷിക്കുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ക്ഷീരസംഗമത്തിൽ ഡയറി എക്സ്പോ ഹാൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പശുക്കളെ കേരളത്തിലെത്തിച്ച് പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി പറഞ്ഞു. ക്ഷീരവികസന വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള സംസ്ഥാന ക്ഷീരസംഗമം പടവിന്റെ ഡയറി എക്സ്പോ ഹാൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി.
കഴിഞ്ഞ വർഷം പശുക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നെങ്കിലും പാലിന്റെ കാര്യത്തിൽ ഉൽപാദനം കൂടിയതായും മന്ത്രി പറഞ്ഞു. ക്ഷീരകർഷകരെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നമുക്കറിയാം, കേരളത്തിലെ മിൽമയെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഈ ഗവൺമെന്റ് ഇന്ന് അല്ലെങ്കിൽ ഈ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം കൂടുതൽ പശുക്കളെ കേരളത്തിലുണ്ടെങ്കിൽ ആ പശുക്കളിൽ നിന്ന് നമുക്ക് കൂടുതൽ പാലുൽപാദിപ്പിച്ച് അത് മിൽമയിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ആ മിൽമയെ സഹായിക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റുണ്ട്. അതുകൊണ്ടാണ് പല വിധത്തിലും പശുക്കളുടെ യൂണിറ്റ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ, കൂടുതൽ പശുക്കളെ കേരളത്തിലേക്ക് എത്തിക്കുവാൻ, പ്രത്യേകിച്ചും അന്യ സംസ്ഥാനത്ത് നിന്ന് തന്നെ ഈ കേരളത്തിലേക്ക് പശുക്കളെ കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വത്തിലേക്ക് നാം എത്തിച്ചത്. ആ നിലയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് പശുക്കളുടെ എണ്ണം കുറഞ്ഞെങ്കിലും പാലിന്റെ ഉൽപാദനം 10 ലക്ഷം ലിറ്ററിനോളം ഇത്തവണ പാലിന്റെ ഉൽപാദനം കൂടി എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയുകയാണ്. അതിനു മുമ്പ് നമ്മൾ എടുത്ത് പരിശോധിച്ചപ്പോൾ നല്ലതുപോലെ വെയിലേറ്റ് അല്ലെങ്കിൽ ചൂടേറ്റ് മരണപ്പെട്ട കേരളത്തിലെ കർഷകരെ, അവരുടെ പശുക്കളെ നമുക്ക് കാണുവാനുണ്ട്. ആശ്രാമം മൈതാനത്ത് തയ്യാറാക്കിയിട്ടുള്ള താൽക്കാലിക ഡയറി എക്സ്പോ ഹാളിന് മുന്നിൽ മന്ത്രി പതാക ഉയർത്തി. സമ്മേളനത്തിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഉദയ സുകുമാരൻ, ഇടകുളം നടക്കൽ ക്ഷീരസംഘം പ്രസിഡന്റ് സുധാകരക്കുറുപ്പ്, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു, എസ് രശ്മി, രഞ്ജിത്ത്, സൂസൻ തങ്കച്ചൻ, ഡോക്ടർ ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം മതിലിടിച്ച് വയോധികന് പരിക്ക്. കുണ്ടറ കോവിൽമുക്കിൽ ചായക്കട നടത്തുന്ന സുകേഷനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. കുണ്ടറ കോവിൽമുക്കിലാണ് ഇരുചക്ര വാഹനം നിയന്ത്രണം വിട്ട് വയോധികന് പരിക്കേറ്റത്. കോവിൽമുക്കിൽ ചായക്കട നടത്തുന്ന 65-കാരനായ സുകേഷനാണ് പരിക്കേറ്റത്. കോവിൽമുക്കിൽ നിന്ന് പെരുമ്പുഴയിലേക്ക് പോകുമ്പോൾ രാത്രി 8:30-ഓടെ ഇരുചക്ര വാഹനം നിയന്ത്രണം വിട്ട് സമീപത്തെ ഗ്രൗണ്ടിന്റെ മതിലിൽ ഇടിച്ചായിരുന്നു അപകടം സംഭവിച്ചത്. സമീപത്തെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന യുവാക്കളാണ് ഇയാളെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. സ്കൂട്ടറിന്റെ ആക്സിലേറ്റർ ജാമായി പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇടിയുടെ ആഘാതത്തിൽ ഹെൽമെറ്റ് തെറിച്ചുപോയതിനാൽ തലയ്ക്കാണ് പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കാഖാഗ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. വിവിധ വിഷയങ്ങളിൽ പ്രമുഖരാണ് പ്രഭാഷണം നടത്തിയത്. 19-ന് വൈകിട്ട് ഫെസ്റ്റിവലിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ക്യാപിറ്റൽ മീഡിയയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന കാഖാഗ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങളും സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫെസ്റ്റിലെ തൂവാനം വേദിയിൽ വിവിധ സെഷനുകളിലായി പ്രമുഖർ പങ്കെടുത്ത പ്രഭാഷണങ്ങൾ നടത്തി. സംവാദവും നടന്നു. സാഹിത്യകാരൻ കെ സുധാകരൻ, ഡോക്ടർ വിനീത വിജയൻ, ഇർഷാദ്, പത്മരാജന്റെ മകൻ അനന്തപത്മനാഭൻ, ടി രാമകൃഷ്ണൻ, ആർ ഇന്ദുലേഖ, ബി കെ ഹരിനാരായണൻ, സജിലക്ഷ്മി, രാജേന്ദ്രൻ എടത്തിങ്കര, JP ജയലാൽ, MD രാജേന്ദ്രൻ എന്നിവരാണ് വിവിധ സെഷനുകളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ പങ്കെടുത്തത്. കഥാകാരനെ അനന്തപത്മനാഭൻ എന്ന കഥാകൃത്ത് എങ്ങനെ കാണുന്നു? എനിക്ക് പലപ്പോഴും വിസ്മയം തോന്നിച്ചിട്ടുള്ളത് അച്ഛൻ്റെ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള കർമ്മരംഗം ചെറുകഥയായിരുന്നു. അച്ഛന് ബാക്കി എല്ലാ മേഖലകളിലും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മികച്ച തിരക്കഥാകൃത്ത് 4 തവണ സംസ്ഥാന അവാർഡ്, അന്തർദേശീയ അവാർഡ് കോലാലംപൂരിൽ ഫയൽവാന് കിട്ടി. പിന്നെ 2 തവണ സിനിമ മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള പെരുവഴി അമ്പലത്തിനും തിങ്കളാഴ്ച നല്ല ദിവസം. അപ്പോൾ ബാക്കി പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും നോവലിന് ആദ്യത്തെ നോവല് തന്നെ കേരള സാഹിത്യ അക്കാദമി, അത് ഒരിക്കൽ മാത്രമേ ഒരാൾക്ക് കിട്ടുള്ളൂ, ഒരു പ്രത്യേക വിഭാഗത്തിൽ. പക്ഷെ അച്ഛന് ഒരിക്കലും കിട്ടാതെ പോയ, എന്നാൽ അച്ഛന് ആദ്യം കിട്ടേണ്ടിയിരുന്നത് ചെറുകഥയ്ക്കാണെന്ന് ഞാൻ പറയുള്ളൂ. ആ ചെറുകഥയുടെ ഒരു കൈത്തഴക്കം അല്ലെങ്കിൽ കൈയൊതുക്കം തന്നെയാണ് സിനിമകളിലും പ്രതിഫലിച്ച് കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛൻ മോർ ഓഫ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ദാൻ നോവലിസ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അച്ഛന് ഒരിക്കലും ഒരു പുരസ്കാരം കിട്ടാതെ പോയത് ഈ 120 കഥകൾ എഴുതിയ മനുഷ്യനെ
കഥാകൃത്ത് എന്നുള്ള രീതിയിൽ എല്ലാവരും തിരിച്ചറിയുകയും ഇഷ്ടപ്പെടുകയും പ്രമുഖ ആനുകാലികങ്ങളുടെ ഫ്രണ്ട് പേജിൽ വളരെ മുമ്പ് ഞാൻ ഓർക്കുന്ന 67-68 നന്മകളുടെ സൂര്യൻ വരുന്ന മലയാള നാടിൻ്റെ കവർ പത്മരാജനാണ്, താടിയില്ലാത്ത പത്മരാജനാണ്. 19-ന് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപിക്കും. സമാപന ദിവസം രാവിലെ 10-ന് ടൗൺ ക്ലബിലെ വേദിയിൽ GR ഇന്ദുഗോപൻ, ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ, PJ ആന്റണി, ഡോക്ടർ TR ഹാഷ്മി, പ്രദീപ് ചുക്ലി, B ജ്യോതിലാൽ, രാകേഷ് സത്യൻ, S കലീഷ്, സ്മിത സൈലേഷ്, K ഇന്ദുലേഖ, VS അജിത, സ്മിത സിഹിഗിൽ, രാജേന്ദ്രൻ കുറ്റൂർ, TS ആശാദേവി, മധുപാൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. വൈകിട്ട് സ്വപ്ന C കോമ്പത്തിന്റെ സാറ ജോസഫുമായി സംഭാഷണം. ടൗൺ ക്ലബിലെ രണ്ടാമത്തെ വേദിയിൽ രാവിലെ 10 മുതൽ V സുരേഷ് കുമാർ, മഞ്ജു സാം, വിനോദ് കൃഷ്ണ, VK സുധീർ കുമാർ, നൌഷാദ്, സുമേഷ്, സരുൺ പുൽപ്പള്ളി, അനിൽ വേഗ, AP സുധി, കുരീപ്പുഴ ശ്രീകുമാർ, P മോഹൻകുമാർ, ഡോക്ടർ ആസാദ്, ഷിബു S വൈനകത്ത, AV സന്തോഷ് കുമാർ, സൂര്യ സുരേഷ്, ചെറുനിയൂർ ജയപ്രസാദ്, രാജേഷ് ശർമ്മ, ജയചന്ദ്രൻ ലങ്കത്ത് എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. 19-ന് വൈകിട്ട് 6:30-ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ വേദിയിൽ സാറ ജോസഫ്, മുൻ മന്ത്രി PK ഗുരുദാസൻ, ഗായകൻ G വേണുഗോപാൽ എന്നിവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അജയമാനുള്ളപ്പോൾ അജയമാനായിരുന്നു കൂടെ. വേണിച്ചേട്ടൻ പറയുന്നത് വേണിച്ചേട്ടനുള്ളപ്പോൾ ക്യാമറമാൻ വേണിച്ചേട്ടനാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. കറിയാച്ചൻ, അതായത് പ്രേംപ്രകാശ്, അദ്ദേഹം പറയുന്നത് എപ്പോഴും ഞാനും പപ്പനും ഒരു റൂമിലായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, അച്ഛൻ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കിടക്കാൻ ഭയങ്കര പേടിയായിരുന്നു പോലും. എന്ന് മാത്രമല്ല, പൂട്ടരുത്, വാതിൽ പൂട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു മൃതിഭയമാണ്. ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും സംഭവിച്ചാലോ, എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ, അത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. അപ്പൊ വെളിച്ചേട്ടൻ പറഞ്ഞ വാക്കാണ് ഇത്. കായികമായ ധൈര്യമാണ് മറ്റത്, പക്ഷെ ആത്മധൈര്യം കുറവായിരുന്നു. അത് ഉള്ളിൽ എവിടെയോ ഈ മൃതിഭയം ഉള്ളത് കൊണ്ട് പുള്ളി എപ്പോഴും ഒരിക്കൽ കോടത്ത് എഴുതാനിരുന്ന സമയത്ത് ഇവരുടെ കോമൺ സുഹൃത്തായ ചാക്കോച്ചൻ പറഞ്ഞിട്ട്, ചാക്കോച്ചനെയൊക്കെ അറിയാം, സുഷമേന്റിക്കൊക്കെ അറിയാം, ഒരിക്കൽ വേണിച്ചേട്ടൻ അവിടെ കിടക്കാൻ പറഞ്ഞു രാത്രി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത്. ഏതോ തിരക്കഥയുടെ സമയത്താണ്. അപ്പോൾ വേണിച്ചേട്ടൻ പറ്റത്തില്ല, പുള്ളിക്ക് ഫുട്ബോൾ കാണണം, അന്ന് വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ നിന്ന് കിട്ടത്തില്ല. പുള്ളി അവിടെ നിന്ന് പറിച്ചുകാടിങ്ങി വന്നു കഴിഞ്ഞപ്പം ചാക്കോച്ചൻ വിളിച്ചു, അയ്യോ അങ്ങനെ ചെയ്യല്ലേ, അത് പ്രശ്നം ഇതാണ്, പുള്ളിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്, അതുകൊണ്ട് വേണം അവിടെ കിടക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകുന്നില്ലെന്ന് പരാതി. പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ പൊതു ഇടം പാർക്കിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പബ്ലിക് കംഫർട്ട് സ്റ്റേഷനാണ് തുറന്നു നൽകാത്തത്. പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ പൊതു ഇടം പാർക്കിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് ലക്ഷങ്ങൾ ചെലവാക്കി പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത്. പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും സ്ഥിതി ചെയ്യുന്ന ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി ദിനംപ്രതി 100 കണക്കിന് പേരാണ് എത്തുന്നത്. ഇവിടെ എത്തുന്നവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം വേറെയില്ല. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് പൊതുജനങ്ങൾക്കായി കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത്. എന്നാൽ ഇത് തുറന്നു നൽകാതെ ഗ്രാമപഞ്ചായത്ത് അലംഭാവം കാട്ടുകയാണ്. കംഫർട്ട് സ്റ്റേഷനോട് ചേർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഓട്ടോറിക്ഷ സ്റ്റാൻഡുമുണ്ട്. ഇത് തുറന്നു നൽകിയാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും പ്രയോജനപ്പെടും. 3 വർഷത്തോളമായി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ഇനിയും കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് പെരിനാട് പഞ്ചായത്ത് അംഗം ഇടവട്ടം വിനോദ് പറഞ്ഞു. പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ ശുചിത്വ പഞ്ചായത്ത് എന്നുള്ള അവാർഡ് മേടിച്ച പഞ്ചായത്തിൽ ഇതുവരെ പെരിനാട് പഞ്ചായത്തിൽ ഒരു പൊതുസ്ഥലങ്ങളിലും തന്നെ ഒരു ശൗചാലയം ഇല്ലാത്ത അവസ്ഥയാണ്. ലക്ഷങ്ങൾ ചെലവാക്കി ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പെരിനാടിൻ്റെ ഈ പൊതു ഇട എന്നുള്ള സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിലൊരു ടോയ്ലറ്റ് സമുച്ചയമൊക്കെ പണിഞ്ഞിട്ട് 3 കൊല്ലത്തോളമായി. അതിൻ്റെ എല്ലാ പണിയും പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമോ അതിൻ്റെ കാര്യങ്ങളോ ഇതുവരെയും ചെയ്യുന്നില്ല. ആ പൈസ അനാവശ്യമായി പാഴാക്കി കളഞ്ഞതല്ലാതെ അത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിരവധി തവണ നമ്മൾ BJP മെമ്പർമാർ ആവശ്യപ്പെട്ടിട്ടും അത് തുറന്നു കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി BJP മുന്നോട്ട് പോകാൻ പോവുകയാണ്. പെരിനാട് പഞ്ചായത്തിൽ വരുന്ന ജനങ്ങൾക്ക് പോലും അവിടുത്തെ ടോയ്ലറ്റ് സംവിധാനം തന്നെ ഒരു വളരെ വൃത്തിഹീനമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടോയ്ലറ്റ്സാണ് പഞ്ചായത്തിനകത്തുള്ളത്. ഇങ്ങനെ പൊതുയിടങ്ങളിലുള്ള പണി തീർന്ന മനോഹരമായ ടോയ്ലറ്റ് സംവിധാനം പോലും 3 വർഷമായിട്ടും പണി തീർന്നിട്ടും ഉദ്ഘാടനം ചെയ്യാതെ അവിടെ കിടന്ന് നശിക്കുന്ന അവസ്ഥയാണ്. ഇത് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ്. കംഫർട്ട് സ്റ്റേഷന്റെ മുൻഭാഗം മുഴുവനും കാട് കയറി ഇഴജന്തുക്കളുടെ താവളമായിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. നെൽകൃഷിയിൽ 100 മേനി വിളവിന്റെ വിജയവുമായി വിരമിച്ച അധ്യാപകൻ. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി ഉത്തമനാണ് കൃഷിയിൽ വിജയഗാഥ രചിക്കുന്നത്. പരമ്പരാഗത നെൽവിത്തുകളാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്.
കരുനാഗപ്പള്ളി തൊടിയൂർ മന്ദിരമുക്കിൽ വിരമിച്ച അധ്യാപകനായ ഉത്തമനാണ് നെൽകൃഷിയിലും വിജയഗാഥ രചിക്കുന്നത്. പരമ്പരാഗത തൊഴിലായ കൊല്ലപ്പണിക്കിടയിലും പൈതൃകമായി ലഭിച്ച കാർഷിക വൃത്തിയെ നെഞ്ചോട് ചേർക്കുകയാണ് ഈ അധ്യാപകൻ. തൊടിയൂർ ആര്യൻപാടത്ത് 5.5 ഏക്കറിലാണ് നെൽകൃഷി. 20 ഇനം പരമ്പരാഗതമായ നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. ജൈവവളം ഉപയോഗിച്ചായിരുന്നു കൃഷി. യന്ത്രം ഉപയോഗിച്ചാണ് വിളവെടുത്തതെങ്കിലും കറ്റമെതിക്കലും വേർതിരിക്കലുമെല്ലാം പഴയകാലത്തെ കുട്ടയും പറക്കുട്ടയും ഉപയോഗിച്ച സമീപവാസികളായ ജോലിക്കാരെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. രാസവളപ്രയോഗം ഒന്നും ചെയ്യാറില്ല. ജൈവവളം നമുക്ക് ഇഷ്ടംപോലെ ചാണകം കൊണ്ട് ആദ്യം കണ്ടെത്തി കൊടുക്കും, വാരി വിതറിയിട്ട് പിന്നെ അത് കൂട്ടി റെഡിയാക്കി. പിന്നെ ഞാറ് നമ്മൾ പാകും, നെല്ല് പാവി ഞാറാക്കിയിട്ട് കർക്കിടക അവസാനത്തോടെ നമ്മൾ നട്ടു ചേർക്കും. മകരം ആദ്യ ഭാഗത്തിൽ കൊയ്തെടുക്കാൻ പറ്റും. അതാ ഈ പഴയ 20 വിത്താണ്, 30 രൂപ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അത് പാകമായി വരും. അപ്പോൾ നമുക്ക് കുമ്പത്തിന് മുമ്പേ നമ്മുടെ ജോലികളെല്ലാം തീർക്കാൻ പറ്റുന്നൊരവസ്ഥ. നെൽകൃഷിക്കൊപ്പം പശുവളർത്തലും കുലത്തൊഴിലും പച്ചക്കറി കൃഷിയും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. അധ്യാപന രംഗത്ത് നിന്ന് വിരമിച്ചെങ്കിലും കൃഷിയിലും കുലത്തൊഴിലിലും പൂർണ്ണമായ സംതൃപ്തിയോടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഉത്തമൻ പറയുന്നു. എനിക്കിപ്പോൾ 56 വയസ്സ് കഴിഞ്ഞു. 56 വയസ്സ് കഴിഞ്ഞു. ഈ 56 വയസ്സിലും ഈ കൃഷി ഇതുവരെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. ഒരു സന്തോഷമാണ്, മാനസികമായിട്ടുള്ള സന്തോഷം വളരെ വലുതാണ്. പിന്നെ കുലത്തൊഴിലുണ്ട്, കന്നുകാലികളെ പരിഹരിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള നാടൻ പശുക്കളെ, അതേപോലെ തന്നെ പഴയകാല കാർഷിക ഉപകരണങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഒരു പഴമയാക്കി നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഏരിയ കൺവെൻഷൻ നടത്തി. ക്ഷേമനിധിയിൽ അംശാദായ വർധനവിന് അനുസൃതമായി വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 4 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും വിജയിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഏരിയ കൺവെൻഷനാണ് നടത്തിയത്. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ നിയമമൂലം നടപ്പാക്കിയ അംശാദായ വർധനവിന് അനുസൃതമായി റിട്ടയർമെന്റ് ആനുകൂല്യം വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നിയമത്തിൽ പറയുന്ന സർവീസ് പെൻഷൻ തൊഴിലാളികൾക്ക് ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി നടപ്പാക്കണം. സ്ത്രീ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യം 15,000 രൂപയായി ഒറ്റത്തവണയായി വിതരണം ചെയ്യണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 4 1 ലക്ഷം തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന മാർച്ചും ധർണയും വിജയിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി ജി സജീവൻ ഉദ്ഘാടനം ചെയ്തു. 10 വർഷ കാലാവധി പൂർത്തിയാകാൻ പോകുന്ന ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ മുന്നിൽ ക്ഷേമനിധിയുടെ കെടുകാര്യസ്ഥതയിൽ തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിവേദന രൂപത്തിലും പലതരത്തിലുള്ള ഇടപെടലുകളും നാം നടത്തി. അതിൽ ഏറ്റവും പ്രധാനമാണ് തൊഴിലാളികളുടെ ക്ഷേമനിധി നിയമം 2 പ്രാവശ്യം അമെന്റ്മെന്റ് നടത്തി. 2008-ലും 2020-ലും. 2020-ൽ വർദ്ധിപ്പിച്ച അംശാദായമാണ് 20-50 വർദ്ധിപ്പിച്ചത്. 20 രൂപ 50 വർദ്ധിപ്പിക്കുമ്പോൾ 50 രൂപയുടെ ആനുപാതിക സംഖ്യ റിട്ടയർമെന്റ് ആനുകൂല്യമായി തൊഴിലാളികൾക്ക് കൊടുക്കണം. നിയമത്തിൽ പറയുന്ന റിട്ടയർമെന്റ് ആനുകൂല്യം 2020-ന് ശേഷമുള്ള അംശാദായ വർധനവിനനുസൃതമായി ആ ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായി കൊടുക്കാൻ കഴിയാതിരുന്നതിന്റെ ഭാഗമായി ഇന്നും അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 95-ലെ 10 രൂപ നിയമത്തിൽ പറയുന്ന റിട്ടയർമെന്റ് ആനുകൂല്യമാണ് ഇന്നും കൊടുക്കുന്നത്. വലിയ ഇടപെടലുകൾ നടത്തിയിട്ട് പോലും ആ ആനുകൂല്യ സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെന്റ് സംവിധാനം ഇടപെടാത്തതിന്റെ ഭാഗമായി പ്രക്ഷോഭ സമരങ്ങളെ മുഖവിലക്കെടുക്കാതെ പോയതിന്റെ ഭാഗമായി നിയമം മൂലം നടപ്പിലാക്കുന്നതിന് വേണ്ടി നേടിയെടുക്കുന്നതിന് വേണ്ടി സംഘടന കേരള ഹൈക്കോടതിയിലേക്ക് പോയി. ഏരിയ സെക്രട്ടറി കെ സുരേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ അനിത വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഓമനയമ്മ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൺവെൻഷനിൽ സംഘടനയുടെ തനത് ഉൽപ്പന്നമായ ടൈലർ ടച്ച് വസ്ത്രങ്ങളുടെ വിപണനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. പിതൃസഹോദരനെ വീട് കയറി ആക്രമിക്കുന്നതറിഞ്ഞെത്തിയ യുവാവ് കുത്തേറ്റു മരിച്ചു. സംഭവത്തിൽ 7 പേർ അറസ്റ്റിൽ. കേരളപുരം സ്വദേശി സജിത്താണ് കൊല്ലപ്പെട്ടത്. കുണ്ടറ നെടുമ്പന ഇടപ്പനേത്തായിരുന്നു സംഭവം.
ശബരിമല സ്വർണ്ണമോഷണ കേസ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് തന്ത്രിമാരുടെ സംഘടന ഹൈക്കോടതിയിൽ. അഖില തന്ത്രി പ്രചാരക സഭയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് കത്തിക്കയറി സ്വർണ്ണവില. പവന് ഒറ്റയടിക്ക് 1400 രൂപ വർദ്ധിച്ചു. 1 ഗ്രാം സ്വർണത്തിന് 13,355 രൂപ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.